റയൽ മാഡ്രിഡിനായി ഗോളടിക്കാതെ എംബാപ്പയെ വാങ്ങിയ പണം റയൽ മാഡ്രിഡിന് നഷ്ടം. അങ്ങനെ എന്തെല്ലാം ഒരു ട്രോളുകളും കഥകളും ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന 2-3 റയൽ മാഡ്രിഡിൻ്റെ മത്സരങ്ങൾക്കിടയിൽ കേട്ടൂലേ. കാരണം എംബാപ്പെ റയൽ മാഡ്രിഡിനായിട്ട് ഇപ്പോൾ ലാസ്റ്റ് 2-3 ലീഗ് മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഗോൾ നേടാൻ കഴിഞ്ഞിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചകൾക്കിടയിലാണ് അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ ട്രോളിയത്. എംബാപ്പെ ഗോളടിക്കുന്നില്ല, ഇത്രയും പൈസ കൊടുത്ത് അദ്ദേഹത്തെ വാങ്ങിയത് വെറുതെയായി, റയൽ മാഡ്രിഡിന് പൈസ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ട്രോളിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ മറുപടിയായിട്ട് ഇന്നലെ അദ്ദേഹം എല്ലാവരും വായടപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് ഗ്രൗണ്ടിൽ കാണിച്ചത്. കാരണം 2 എണ്ണമാണ് അടിച്ചു കയറ്റിയത്, 2 1.5 ഗോളുകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെവൽ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ മത്സര ശൈലി, സ്പീഡ് എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ 1-2 മത്സരങ്ങൾ ഗോളടിച്ചിട്ടില്ലെങ്കിലും ഇനി എംബാപ്പെ എന്നല്ല ഏതൊരു താരാണെന്നുണ്ടെങ്കിലും 1-2 മത്സരങ്ങൾ ഗോളടിച്ചിട്ടില്ലെങ്കിൽ ആ ലെവല് അത് തുടർന്നുകൊണ്ടേ ഇരിക്കും. അത് ഒരു കായിക താരം ഏതൊരു കായികമാണെന്നുണ്ടെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. എല്ലാ മത്സരങ്ങളിലും ചിലപ്പോൾ ഫോം ആവാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഏതായാലും മത്സരശേഷം വിനീഷ്യസിനെ പ്രശംസിച്ചുകൊണ്ട് നമ്മളെ ഏഞ്ചലോട്ടി വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നല്ല എംബാപ്പയും വിനീഷ്യസും നല്ല ബന്ധമാണ് എന്നുള്ളതൊക്കെ പറഞ്ഞങ്ങാണ്ട്. കാരണം വിനീഷ്യസ് എംബാപ്പയ്ക്ക് പാസ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് കുറച്ച് വിവാദപരമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ സംസാരങ്ങളൊക്കെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരങ്ങളോ അതിൻ്റെ മേലത്തെ മത്സരങ്ങളിലൊക്കെ അവർ തമ്മിലുള്ള പാസിങ് കമ്മിയുള്ള മാതിരി നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഏതായാലും വിമർശകരുടെ വായ അടപ്പിച്ചുങ്ങാണ്ട് എംബാപ്പെ തിരികെ വന്നിക്കുകയാണ്, അതും 1.5 ഗോളുകളോടുകൂടി അല്ലേ.